ഓം ഗാർഹസ്ഥ്യം അഥവാ കുടുംബധർമ്മം. ഓം വയം ത്വാം സ്മരാമോ, വയം ത്വാം ഭജാമോ, വയം ത്വാം ജഗത് സാക്ഷിരൂപം നമാമഃ. സദേകം നിധാനം നിരാലംബമീശം ഭവാംബോധിപോതം ശരണ്യം വ്രജാമഃ. ഓം ശ്രീനാരായണ പരബ്രഹ്മണേ നമഃ. ശാന്തി ശാന്തി ശാന്തി. ചിത്സ്വരൂപികളെ, സുമഹാത്മാക്കളെ, പ്രണാമം പ്രണാമം. പ്രാർത്ഥിക്കുകയാണ്, അല്ലയോ ഭഗവാനെ, ഞങ്ങൾ അങ്ങയെ സ്മരിക്കുന്നു, ഭജിക്കുകയും ചെയ്യുന്നു. അങ്ങ് ലോകത്തിൻ്റെ സാക്ഷിരൂപമാണ്. അങ്ങയെ ഞങ്ങൾ നമസ്കരിക്കുന്നു. അങ്ങ് ഒരേ ഒരു സത്സ്വരൂപവും മാർഗവും എല്ലാത്തിനും ആധാരവുമാകുന്നു. സംസാരസാഗരത്തെ തരണം ചെയ്യാനുള്ള തരണി രൂപമായ ഈശ്വരനെ ഞങ്ങൾ ശരണം പ്രാപിക്കുന്നു. സജ്ജനസൂരികളെ, ഭഗവാൻ ശ്രീനാരായണ ഗുരുവിൻ്റെ അനുഗ്രഹത്തോടുകൂടി പ്രസിദ്ധീകരിക്കപ്പെട്ട ശ്രീനാരായണ ധർമ്മത്തെ അധികരിച്ച് ഇന്ന് രണ്ടാം ഭാഗം മനന വിഷയമാക്കുന്നു. ഗുരുക്കന്മാരുടെ അനുഗ്രഹം തേടിക്കൊണ്ട് ശുദ്ധനായി ഗൃഹസ്ഥാശ്രമത്തിൽ പ്രവേശിക്കുന്നു. നല്ല തറവാട്ടിൽ പിറന്ന ധർമ്മിഷ്ഠയും സുശീലയും ലക്ഷണയുക്തയും പ്രസന്നവദനയും ആകണം വധു. ഭാര്യ പ്രിയാലാപിനിയാകണം. ഭർത്തൃമാതാപിതാക്കളെ സ്നേഹാദരപൂർവം ശുശ്രൂഷിക്കണം. ഭർത്തൃഭവനത്തിലെ ലക്ഷ്മിയായും റാണിയായും മാറണം വധു. പാചകകലയിൽ നിപുണയാകണം ഭാര്യ. സത്സന്താനത്തിന് വേണ്ടി സദാപി ഈശ്വരചിന്ത വേണം. മൊഴിയും മിഴിയും ശുദ്ധവും നിർമ്മലവുമാകണം. സാത്വിക പ്രകൃതമാകണം. സ്നേഹവും ദയയും ജീവികളോട് കാട്ടണം. ഗൃഹസ്ഥാശ്രമികൾ സദ്ഗുണസമ്പന്നരാകണം. ഉചിത പർവങ്ങളിൽ അഥവാ വിശേഷ ദിവസങ്ങളിൽ അതിഥി സത്കാരം നടത്തണം. ഗുരുകുലത്തിലോ ദേവാലയത്തിലോ വച്ചോ ആകാം വിവാഹം നടക്കേണ്ടത്. വരൻ്റെ അമ്മ, അച്ഛൻ, വധുവിൻ്റെ അച്ഛനമ്മമാർ, ഓരോ സുഹൃത്ത്, വധൂവരന്മാരുടെ ഓരോ ബന്ധു, ആചാര്യ പുരോഹിതൻ, ഇങ്ങനെ 9 പേർ മതി വിവാഹ ചടങ്ങിൽ കർമ്മത്തിൽ സന്നിഹിതരാകേണ്ടത്. ധൂർത്ത് പാടില്ലല്ലോ. ഭഗവാൻ ശ്രീനാരായണ ഗുരു എത്ര ദീർഘവീക്ഷണത്തോടു കൂടിയാണ് കൽപ്പിച്ചിരിക്കുന്നതെന്ന് ഓർക്കുക. വിവാഹത്തിന് സ്ത്രീധനം കൊടുക്കുകയും വാങ്ങുകയും ചെയ്യരുത്.
നിത്യരോഗികൾ വിവാഹിതരാകരുത്. സത്യധർമാദികൾ ലംഘിക്കരുത്. ഗൃഹസ്ഥാശ്രമേ ഹിംസിക്കരുത്, മോഷ്ടിക്കരുത്, മദ്യപിക്കരുത്, വ്യഭിചരിക്കരുത്, അസത്യം പറയരുത്. ഈ 5 ധർമ്മങ്ങളും കായശുദ്ധി, വാക്ശുദ്ധി, മനഃശുദ്ധി, ഇന്ദ്രിയശുദ്ധി, ഗൃഹശുദ്ധി എന്നീ ശുദ്ധി പഞ്ചകവും പാലിക്കണം. ആത്മഭാവങ്ങളെ ശ്രദ്ധിച്ചാലും സൗഹൃദം ആനന്ദപൂർണമാക്കി തീർക്കണം. കാലാതീതമായ അനുഭൂതിയുടെ ആഹ്ലാദം പകരണം. ബന്ധവും താൽക്കാലികമായ വൈകാരിക ശമനത്തിനുള്ളതല്ല വിവാഹം. അത് പരസ്പര സമർപ്പണമാണ്. അതില്ലെങ്കിൽ ക്രമേണ വിരസത അനുഭവപ്പെടും. ഗാർഹസ്ഥ ജീവിതത്തിൽ ഗൃഹസ്ഥാശ്രമികൾ 4 തരത്തിലാണ് കാണപ്പെടുന്നത്. 1. സരസം. 2. സരസവിരസം. 3. വിരസസരസം. 4. വിരസവിരസം. അർത്ഥം മനസ്സിലാകുന്നുണ്ടോ? സ്വന്തം ഭാര്യ ഭർത്താവോ ഉള്ളപ്പോൾ തന്നെ മറ്റേതേലും തരത്തിലുള്ള ബന്ധം കൂടി ആവശ്യമായി വരാറുണ്ട് എന്നിരിക്കട്ടെ. അപ്പോൾ ഒരുപക്ഷെ യാജ്ഞവൽക്യനെ പോലെ മൈത്രിയെ അദ്ദേഹം സ്വീകരിച്ചിരുന്നല്ലോ. സന്യാസിനി, ദാർശനിക ചിന്തയുള്ള ഭാര്യ, അതിശ്രേഷ്ഠമായ ബൃഹദാരണ്യകം രചിച്ചിരിക്കുന്ന യാജ്ഞവൽക്യ മഹർഷി. ആ മഹർഷിയുടെ ഗാർഹസ്ഥ്യ ജീവിതം കാത്യായനിയും മൈത്രേയിയും 2 ധർമ്മപത്നിമാർ. അതിൽ കാത്യായനിക്ക് ലൗകികമായ ജീവിതത്തിനോട് മാത്രമേ താല്പര്യമുള്ളൂ. മൈത്രേയിക്കാകട്ടെ വിശ്വദർശനം, താൻ ആരാണെന്നും ഈ കാണുന്ന സകലതും നിത്യമാണോ, സത്യമാണോ, ശാശ്വതമാണോ എന്നുള്ള ചിന്തയും ഉദിക്കുന്നു. അപ്പോൾ എന്നും നിലനിൽക്കുന്ന പരമമായ സത്യമാണ്, ദർശനമാണ്, ആത്മരഹസ്യമാണ് തനിക്കറിയേണ്ടത് എന്ന് മൈത്രേയി പതിദേവനായ യാജ്ഞവൽക്യനോട് പറയുന്നു. അപ്പോഴാണ് വാനപ്രസ്ഥത്തിലേക്ക് പോകുന്ന മഹർഷിവര്യൻ മൈത്രിയെയും കൂട്ടിക്കൊണ്ടു പോകുന്നു. സുദീർഘമായ മനഃശാസ്ത്രമായ കഥാസന്ദർഭങ്ങൾ അവിടെ കാണാം. ബഹുഭൂരിപക്ഷവും മനുഷ്യരും ഭൗതികതയിൽ മാത്രം മുഴുകി കഴിയുന്നു. ധർമ്മബോധമില്ല. അഹം കഹ, ഇതം ജഗത് കുതഃ എന്നുള്ള ചിന്ത ഇല്ല. ബ്രഹ്മവിദ്യാ പഞ്ചകത്തിലെ ആ 2 ചോദ്യങ്ങൾ, അതിൻ്റെ ഉത്തരം ഗുരു പറഞ്ഞു കൊടുക്കുന്ന ഉപനിഷത്ത് ദർശനം. ഇതൊക്കെയാണ് പരമമായ സത്യാവബോധം. ഭർത്താവിൻ്റെ മനസ്ഥിതിക്കനുസരിച്ച് പരമമായ സത്യാവബോധം ഭാര്യയും നേടിയെടുക്കണം. വൈവാഹിക ജീവിതത്തിലെ പങ്കാളിത്തത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അതിലെ സുഖപ്രദമായിട്ട് ഉള്ളതും ഹിതമായിട്ടുള്ളതുമായ പരസ്പര പെരുമാറ്റം. ഭർത്താവ് എന്നാൽ ഭരിക്കുന്നവൻ എന്നാണ് അർത്ഥം.
ഭാര്യ എന്നാൽ ഭരിക്കപ്പെടുന്നവൾ എന്നാണ് താല്പര്യം. ഒരു സ്ത്രീയെ ഒരു പുരുഷൻ തൻ്റെ സ്വന്തമാക്കി അധീനതയിൽ വയ്ക്കുന്ന ഏർപ്പാടാണ് വിവാഹം. ഭാരതത്തിൽ പണ്ട് കന്യാദാനവും സ്വയംവരവും ഉണ്ടായിരുന്നു. ഭാരതത്തിലെ പ്രാകാര്യ സംസ്കാരത്തിൻ്റേതാണ് സ്വയംവരം. ക്ഷത്രിയരുടെ ഇടയിലുണ്ടായിരുന്ന പ്രചാരത്തിലുണ്ടായതിനെ അവർ ക്ഷത്രിയോചിതമായ വീരത പരാക്രമം കാട്ടി സ്ത്രീയെ വരിച്ചിരുന്നു. അവർ നാട്ടുപ്രമാണിമാരുമായിരുന്നു. കന്യാദാനം ഇന്നും ബ്രാഹ്മണരുടെ ഇടയിലുണ്ട്. കന്യാദാനത്തിൽ മകളായ കന്യകയെ ഒരു ഉത്തമനായ യുവാവിന് ദാനമായി കൊടുക്കുന്നതാണ് കന്യാദാനം. അതിൻ്റെ പിന്നിലുള്ള കഥ അല്ലെങ്കിൽ താല്പര്യം ഇപ്രകാരമാണ്. വിവാഹം കഴിക്കേണ്ട ബ്രാഹ്മണ യുവാവ് താൻ സന്യാസിയായി കാശിക്ക് പോവുകയാണെന്ന് ഭാവത്തിൽ വീട് വിട്ടിറങ്ങുന്നു. വധുവിൻ്റെ അച്ഛൻ അത് കണ്ടിട്ട് അയാളുടെ അടുത്ത് ചെന്ന് ചോദിക്കുന്നു, കുട്ടി, നീ എവിടെ പോകുന്നു? പ്രതിശ്രുത വരൻ പറയുകയാണ്, ഞാൻ ഈ ലൗകിക ജീവിതം കൊണ്ട് മടുത്തു. ഈ ലോകത്തിലൊന്നും എനിക്ക് ആനന്ദദായകമായി തോന്നുന്നില്ല. അതുകൊണ്ട് ഞാനിതാ കാശിക്ക് പോവുകയാണ്. ഉടൻ തന്നെ ആകേണ്ടതായ ആൾ പറയുകയാണ്, അങ്ങനെയല്ല കുട്ടി, ഈ ലോകം എത്ര നല്ലതാണ്. നീ എൻ്റെ മകളെ കണ്ടിട്ടുണ്ടോ? നീ അവളെ കണ്ടാൽ ഈ മനസ്സാകെ മാറിപ്പോകും. അവളെ ഞാൻ നിനക്ക് ദാനമായി തരാം. യുവാവ് അത് കേട്ട് തിരിച്ചു വരുന്നു. അപ്പോഴാണ് വിവാഹവേഷത്തിൽ കന്യക അയാളുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുന്നത്, രംഗപ്രവേശം ചെയ്യുന്നത്. അവരുടെ അച്ഛൻ, ഞാൻ നിനക്ക് തരുന്ന ദാനമാണിവൾ എന്ന് പറഞ്ഞ് കന്യകയെ വരന് ദാനം ചെയ്യുന്നു. അവൻ കന്യകയെ ഏറ്റുവാങ്ങുകയും ചെയ്യുന്നു. ഇതാണ് കന്യാദാനം എന്നും ബ്രാഹ്മണ വിഭാഗത്തിൽ നിലനിൽക്കുന്ന ചടങ്ങിൻ്റെ ചുരുക്കം. ജനക മഹാരാജാവിൻ്റെ മകളുടെ കാര്യത്തിൽ ആര്യപുത്രനായ ശ്രീരാമനും സ്വയംവരത്തിന് വഴങ്ങേണ്ടി വന്നു. ആരെ പരിണയിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് കന്യക തന്നെയാണ്. ഇന്ന് ആ രീതി നടക്കാറില്ല പൊതുവെ. എങ്കിലും കന്യകയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ കണക്കിലെടുക്കാതെ വിവാഹം ഉറപ്പിച്ചുകൂടാ. മഹാകവി കുമാരനാശാൻ ഈ മനഃശാസ്ത്ര രഹസ്യം ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അറിയില്ല അനുരാഗമേറെയാൾ കറിവോർ തെറ്റിടുമോ ഒക്കെയോർക്കയിൽ നിറവേറുകയില്ല കാമിതം കുറയും മഹാ സഖി ഭാഗ്യശാലികൾ. അർത്ഥം ചിന്തിക്കുക. വിവാഹബന്ധത്തിൽ ഏർപ്പെടേണ്ടത് ആരുമായിട്ട് വേണം എന്ന് തീരുമാനിക്കുന്നതിൽ പ്രയാസങ്ങൾ വളരെ ഉണ്ടെന്ന് താല്പര്യം. പലർക്കും വിവാഹം ഒരു
തയ്യാറെടുപ്പായി തീരുന്നു. സ്വാതന്ത്ര്യത്തെ കവർന്നു കളയുന്നു എന്നൊരു തോന്നൽ, ഒരു ബന്ധനം. ജീവിതത്തെ ശ്വാസം മുട്ടിക്കുന്നതാണെന്നും തോന്നുന്നു ചിലർക്ക് വിവാഹം. ഈ വിവാഹ സമ്പ്രദായത്തെ എങ്ങനെ നമുക്ക് ആസ്വാദ്യകരമാക്കി മാറ്റാം, സുന്ദരമാക്കി തീർക്കാം? ഗുരു ഇപ്രകാരം നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്നു. ഗൃഹധർമ്മത്തിൽ ഹൃദയഹാരിയായി പലതും സംഭവിക്കുന്നത് പലപ്പോഴും യാദൃച്ഛികമായിരിക്കും. പല ഘടകങ്ങൾ ഒത്തുചേർന്നാണ് ഒരു സംഭവം പ്രിയങ്കരമായി തീരുന്നത്. ഇതിനെ ഈശ്വരകാരുണ്യം കൊണ്ട് എന്ന് നാം വിശ്വസിക്കുന്നു. എല്ലാം സംഭവിക്കുന്നത് യാദൃച്ഛികത മൂലമാണെന്നാണ് പഴമക്കാർ പറഞ്ഞു വരുന്നത്. സുസ്ഥിരമായി ഒന്ന് മാത്രം ഉള്ളൂ, അത് ഈശ്വരനാണ്, ആത്മാവാണ്. പ്രപഞ്ചത്തിൻ്റെ അനുസ്യൂതമായ പ്രവാഹം അത് അങ്ങനെ തുടരുന്നു. ആരെയും പ്രതീക്ഷിക്കുന്നില്ല. നിയതി നിശ്ചയിച്ചതുപോലെയാണ് എല്ലാം നടക്കുന്നത് എന്ന് വിശ്വാസം. ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു ശുഭമസ്തു. സന്തു മംഗളശതാനി.